കിഴക്കൻ വെള്ളത്തിന്റെ അമിതവരവിനെ തുടർന്ന് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി ഏറ്റുമാനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. 2018 മഹാപ്രളയത്തിനു ശേഷം ആദ്യമായിട്ടാണ് മീനച്ചിലാറ്റിൽ ഇത്രയധികം ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ മീനച്ചിലാർ കവിഞ്ഞൊഴുകിയും പാടശേഖരങ്ങൾ നിറഞ്ഞും വെള്ളം കയറി. കക്കയം കമ്പനിപ്പടി റോഡ്, കണ്ണമ്പുര കണ്ണഞ്ചിറ റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളുടെ തറയോളം വെള്ളം കയറിയ നിലയിലാണ്. ഞങ്ങൾ ഇത് 2018 നടന്നത്. അത് കഴിഞ്ഞിട്ട് 8 വർഷം കൂടിയാണ് ഇത്രയും വെള്ളം കയറുന്നത്. താഴത്തും കൂടി എല്ലാം വെള്ളമായി, അമ്പലമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ആ പ്രദേശത്ത് 10-15 വീടുകാരെല്ലാം ക്യാമ്പിലേക്ക് പോന്നിരിക്കുകയാണ്. കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിലും വെള്ളം കയറി. ദുരിതബാധിത പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. എല്ലാ വർഷവും നമുക്കിവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ഒരു സംഭവത്തിൽ ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ലായിരുന്നു. ഒരു വെളുപ്പിനെ കണ്ടാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഇവിടെ 2-3 വീടുകൾ താഴെ കമ്പനിക്കടവ് ഭാഗത്തും പിന്നെ നമ്മുടെ പുതിയമാലി ഭാഗത്ത് ഒരു 3-4 വീടും ഉണ്ട്. അപ്പോൾ അവരാരും ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് ഇപ്പോൾ വരാനായിട്ട് നല്ലൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ വിളിച്ചോളാമെന്ന് പറഞ്ഞു. പേരൂർ, മാടപ്പാട്, തെള്ളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളം കയറിയ അപകടകരമായ റോഡുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് റിബണുകൾ കെട്ടി റോഡ് ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ട്. പാടശേഖരമാണ്, വെള്ളം പോകത്തില്ല. അപ്പുറത്ത് മീനച്ചിലാറാണ്. മീനച്ചിലാർ ആറ്റിലെ വെള്ളം വീഴുന്ന മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ, പാടത്തൊരു വിട്ട് പോവുള്ളൂ. പുഴയെന്നുള്ള വെള്ളം ഇങ്ങോ അല്ലേ? പുഴയെന്നുള്ള വെള്ളം ഇവര് കയറും, അടിച്ചു കയറും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.